നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്ഷേത്ര വിശേഷങ്ങളാണ് ഈ ചാനലിലൂടെ അറിയിക്കുന്നത്. ജ്യോതിഷപരവും ആധ്യാത്മികവുമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഋഷിപ്രോക്തം കാണാവുന്നതാണ്. വിവാഹ വരമരുളുന്ന വിഷ്ണു ഭഗവാൻ വസിക്കുന്ന ഒരു അതിവിശേഷപ്പെട്ട ക്ഷേത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചെന്നൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാധവ പെരുമാൾ കോവിലിൽ ഭഗവാൻ വിവാഹത്തിന് തയ്യാറാക്കിയിരിക്കുന്ന വരന്റെ രൂപത്തിലാണ് ദർശനമരുളുന്നത്. മാധവ പെരുമാൾ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. കന്നിമാസത്തിലെ ശനിയാഴ്ച ദിവസം മാധവ പെരുമാളെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം സുഗമമായി നടക്കുമെന്നാണ് വിശ്വാസം. ഒരിക്കൽ മഹാവിഷ്ണുവിന്റെ ക്ഷമയെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ച ഭൃഗു മഹർഷി ഭഗവാന്റെ മാറിൽ ആഞ്ഞു ചവിട്ടി. അതുകൊണ്ട് മഹാലക്ഷ്മി ദേഷ്യത്താൽ ഭഗവാന്റെ മാറിൽ നിന്നും ഇറങ്ങിപ്പോയി. തന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിച്ച ഭൃഗു മഹർഷി മഹാലക്ഷ്മിയെ തന്റെ മകളായി പിറക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇവിടെ തപസ് അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തിയിലും തപസ്സിലും സംപ്രീതയായ മഹാലക്ഷ്മി ഇവിടെയുള്ള ക്ഷേത്രക്കുളത്തിൽ ഒരു ശിശുവായി അവതരിച്ചു. മഹർഷി ആ കുഞ്ഞിന് അമൃതവല്ലി എന്ന് പേരിട്ട് വളർത്തി. വിവാഹപ്രായമായപ്പോൾ വിഷ്ണു വരനായി ഇവിടെ എത്തി മഹാലക്ഷ്മിയെ പരിണയിച്ചു. അദ്ദേഹമാണ് മാധവ പെരുമാൾ എന്ന ദിവ്യനാമധേയത്തിൽ ഇവിടെ കുടികൊണ്ട് ഭക്തരിൽ അനുഗ്രഹ വർഷം ചൊരിയുന്നത്. ഇവിടുത്തെ ശിവേലി മൂർത്തിയുടെ മുഖം താമര പോലെ മനോഹരമായിട്ടുള്ളതിനാൽ ശിവേലി മൂർത്തിയെ അരവിന്ദ മാധവൻ എന്നാണ് വിശേഷമായി വിളിക്കുന്നത്. ഒരിക്കൽ വ്യാസൻ നാരദനോട് ഭൂലോകത്ത് ദോഷമില്ലാത്ത ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ ചൂണ്ടിക്കാണിച്ചത് ഈ ക്ഷേത്രത്തെയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ശ്രീകോവിലിൽ വിഷ്ണു സർവാലങ്കാരത്തോടെ മണവാളനായി ദർശനമരുളുന്നു. മഹാലക്ഷ്മി ആകട്ടെ അമൃതവല്ലി എന്ന പേരിൽ പ്രത്യേക സന്നിധിയിൽ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. വിവാഹ തടസ്സമുള്ളവരും സന്താന ഭാഗ്യമില്ലാത്തവരും കൽക്കണ്ടം, കുങ്കുമപ്പൂവ്, പാൽ എന്നിവ ചേർത്ത് പാനകം ദേവിക്ക് നേദിച്ച് പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും അരവിന്ദ മാധവന്റെയും അമൃതവല്ലിയുടെയും മാധവ പെരുമാളിന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.